തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിന് തീപിടിച്ചതിനു പിന്നിൽ അട്ടിമറിയെന്ന് സംശയം. അപകടം നടന്നതിന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ചരക്ക് ട്രെയിനിന്റെ 18 ബോഗികളാണ് ആകെ പാളം തെറ്റിയത്. 12 ബോഗികൾ കത്തി നശിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. റഹീസ്, സ്വാഭാവികമായും ഈ 100 മീറ്റർ അകലെ മാത്രമാണ് ഈ വിള്ളൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു അട്ടിമറി സാധ്യത. അത് ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്? നിലവിൽ ദക്ഷിണ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം സേഫ്റ്റി ഓഫീസർ അടക്കം ഈ സ്ഥലത്തെത്തിയാണ് നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ട്രെയിൻ പാളം തെറ്റാനുള്ള കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ ഇതിന് 100 മീറ്റർ അകലെ മാത്രം പാളത്തിൽ വിള്ളലുകൾ കണ്ടത്. അത് ഒരു ഇടത്ത് മാത്രമല്ല, പലയിടത്തായി വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായ ഉണ്ടായ ഒന്നല്ല, മറിച്ച് ഇത്തരത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയ വിള്ളലാണ് എന്ന നിഗമനത്തിലാണ് പ്രാഥമിക ഘട്ടത്തിൽ റെയിൽവേ എത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് റെയിൽവേ വലിയ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത് അട്ടിമറി സാധ്യത എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ റെയിൽവേയുടെ അന്വേഷണം രാവിലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനി കൂടുതൽ വലിയ അന്വേഷണത്തിലേക്കും ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിന്റെ അന്വേഷണത്തിലേക്കും ഒക്കെ നീങ്ങും. നേരത്തെ ഈ കവരപ്പെട്ട റെയിൽവേ അപകടം ഉണ്ടായപ്പോൾ അവിടെ NIA അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന്റെ സാഹചര്യത്തിൽ ഇനി അന്വേഷണം NIA അടക്കം ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അത് ഏതാണ്ടൊക്കെ അതിന് തന്നെയാണ് സാധ്യത. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന ഈ അപകടങ്ങളിൽ എന്തുകൊണ്ട് അതിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് പ്രധാനമായും ഈ ചെന്നൈയും തിരുവള്ളൂരും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു സാധ്യത നിലവിൽ എത്രത്തോളം ഉണ്ട്, അന്വേഷണം എത്രത്തോളം പുരോഗമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ റെയിൽവേ അതിന്റെ ഒരു വിശദീകരണം നൽകുമെന്നാണ് അറിഞ്ഞത്. എന്തായാലും നിലവിൽ 18 ബോഗികളാണ് പാളം തെറ്റിയത് എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ വരുന്നു. 12 ബോഗികൾ കത്തി നശിച്ചു. ഇതിൽ 70% തീ അണച്ചിട്ടുണ്ട്. മുഴുവൻ ഈ തീ അണയ്ക്കാനായി ഏതാണ്ട് 1.5 മണിക്കൂർ കൂടി വേണ്ടിവരും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 12 ട്രെയിനുകൾ പൂർണ്ണമായും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ റൂട്ടിൽ എന്തായാലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ രാത്രിയാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഒപ്പം 13 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. ഈ വഴി തിരിച്ചുവിട്ട ട്രെയിനുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് ഈ ഒരു അപകടം അത് മാറിയിരിക്കുന്നു. പലയിടത്തു നിന്നും പ്രത്യേകമായി ബസ്സൊക്കെ അറേഞ്ച് ചെയ്താണ് യാത്രക്കാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു അപകടത്തിന്റെ ഒരു കാരണം അതൊരു അട്ടിമറി ശ്രമമാണ് എന്നുള്ള രീതിയിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. സ്മിത. ശരി, മുഹമ്മദ് റഹീസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 12 ബോഗികൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. തീ 70% മാത്രമേ ഇപ്പോഴും അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അതിനിടെയാണ് ഈ 100 മീറ്റർ അകലെ ഒരു വിള്ളൽ കാണുന്നത്. അത് അട്ടിമറി ശ്രമമാണെന്നുള്ള സൂചനകളിലേക്ക് അത് കടക്കുന്നു. കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് തിരുവള്ളൂരിലാണ് ഈ അപകടം ഉണ്ടായത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.